എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പായസത്തിൻ്റെ ഒരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. പാലട പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് അവിടെ എടുത്തിട്ടുള്ളത് സൂരജിൻ്റെ മട്ട പാലടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ മുകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതുപോലെ അല്ല ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് 3 ലിറ്റർ പാൽ വേണമെന്നൊക്കെയാണ്. ഞാൻ 2 പാക്കറ്റ് പാലും 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുക്കറിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഈ വെള്ളം പാലും കൂടി എല്ലാം കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം 5 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാലൊന്ന് വേവിച്ചെടുക്കാം. 1 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള അട ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റോളം വെച്ച അട നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണിത്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് ഇതിലേക്ക് നമ്മുടെ അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ പായസം ഇതിന് വേണ്ടി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. പാലും അടയും കൂടെ ഒന്ന് നല്ല ഇതിൽ കിടന്നിട്ടൊന്ന് വേവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏകദേശം കുറുകി വരുന്നുണ്ട്. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് കുറച്ചേ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ മിൽക്ക് മെയ്ഡാണ് മധുരത്തിന് ഉപയോഗിക്കുന്നത്. ഏകദേശം നമ്മുടെ പായസം കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് പായസം നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഉണ്ടാക്കിയിട്ടൊന്ന് അഭിപ്രായം പറയൂ.